ഇവിടെ ആസാമിൽ ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും ഒക്കെയാണ്. നാട്ടിലാണെങ്കിൽ അടിപൊളി മഴയും നല്ല തണുത്ത ക്ലൈമറ്റ് മഴക്കാലമൊക്കെ അല്ലേ. എല്ലാവരുടെയും സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ നാട്ടിലോട്ട് വന്നാലോ എന്ന് വിചാരിച്ചു പോവാണ്. പൊതുവെ എനിക്ക് മഴയും മഞ്ഞുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചൂടൊട്ടും പറ്റൂല. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വയലിൻ്റെ നടുക്കുള്ളൊരു വീട്ടിലാണ്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തരിശായിട്ട് കിടക്കുമല്ലേ. ഈ ഒറ്റപ്പെട്ടൊരു വീട് മാത്രം, വയലിൻ്റെ നടുക്കൊരു വീട്. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് തിളച്ച് വീടൊക്കെ ഇല്ലേ, അകത്ത് പ്രഷർ കുക്കർ ഇരിക്കുന്ന ഫീലാണ്. പക്ഷെ രാവിലെയും രാത്രി ആകുമ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വ്യൂ എൻ്റെ പൊന്നു പറയാനേ വയ്യ, അടിപൊളിയാണ്. പക്ഷേ ഇതിൽ ഞാനത് ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പം കുറേ നാൾ മഴയൊന്നും ഇല്ലാണ്ടിരുന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചപ്പം ഉള്ള ഇതാണ് കേട്ടോ. അങ്ങനെ 2 ദിവസമായിട്ട് പനിയൊക്കെ ആയി പുറത്തോട്ടൊന്നും ഇറങ്ങാതിരുന്നു. 2-3 ദിവസമായിട്ട് പുറത്തോട്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങാൻ ഇരുന്നപ്പോഴാണ് പുറത്ത് നല്ല മഴക്കോളൊക്കെ വന്നിട്ട് മറ്റേ മഴവില്ലൊക്കെ വന്നേക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ, മഴക്കോൾ വന്ന് നന്നായി ഇരുണ്ട് വന്നിട്ട് പറ്റിച്ചിട്ട് പോയി, മഴ പെയ്തില്ല. എന്നും നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ 4 ചുറ്റും മലകളാണ്. ആ മലയിലൊക്കെ നല്ല മഴയാണ്. പോരാത്തതിന് ആസാമിൽ തന്നെ ഗുവാഹട്ടിയിലും ബാക്കി എല്ലായിടത്തും മഴയുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രം മഴയില്ല, നല്ല ചൂട്. അതുകൊണ്ട് ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ കായൽ പോലെ വെള്ളം കയറി കായലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫീലാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെ ഇത്രയും പച്ചപ്പ് കാണുന്നിടത്തെല്ലാം ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല വെള്ളം കയറും. പിന്നെ ഇളം കാറ്റ് എപ്പോഴും വീശും. ഉച്ചയ്ക്ക് ചൂട് കാറ്റാണ്, പക്ഷേ ഒരു രാവിലെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റാണ്. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു വ്യൂ അത്രയ്ക്ക് സൂപ്പറാണ്. കാരണം ഈ സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും ഒക്കെയുള്ള ഭംഗി, കായലിൻ്റെ കടലിൽ നിന്ന് നോക്കുന്ന ഫീലൊക്കെയാണ്. ഈ കാറ്റൊക്കെ വീശുമ്പോഴുള്ള ഓളം അടിപൊളിയാണ് ഇവിടെ നിൽക്കാൻ. അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത വീടാണ്. പിന്നെ എന്താ, മഴയില്ല എന്നാ പറ്റിയെന്നാ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ഏട്ടൻ പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറാപ്പുഞ്ചി, ഇന്ത്യയിലല്ല ലോകത്ത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഓർത്തു നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എപ്പോഴും മഴ കാര്യങ്ങൾ രസമായിരിക്കും എന്ന് കരുതി. പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് ഏട്ടൻ പറയുന്നത്, എല്ലാവരും പറയുന്നത്. ഈ പ്രാവശ്യമായിട്ട് മഴയില്ല, ഒടുക്കത്തെ ഹ്യൂമിഡിറ്റിയും ഞങ്ങൾ ഇതിനു മുമ്പ് UP-യിലാണ് നിന്നിട്ടുള്ളത്. അവിടെ പോലും ഇത്ര ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് പനി പിടിച്ച് തീരെ വയ്യാണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ടിരുന്നിട്ട് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ഹെൽത്തൊന്നും. അങ്ങനെ ഏട്ടൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ക്ലൈമറ്റൊക്കെ കാണുന്നത്. ഇങ്ങനെ ചേഞ്ചായി മഴക്കോളും മഴവില്ലും ഒക്കെ കണ്ടത്. ഇത് കണ്ടോ, പനീർ ബജ്ജിയോ പനീർ പക്കോടയോ എന്തായിട്ട് എൻ്റെ പേര്, പനീർ പക്കോട. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ചായയും പനീർ പക്കോടയും കഴിക്കാൻ കരുതി ഇറങ്ങിയതാണ്. ബ്ലോഗ് എടുക്കണമെന്ന് കരുതിയതേ ഇല്ല. ആക്ച്വലി എൻ്റെ ഫോണിൽ ഒട്ടും സ്പേസിൽ ഐഫോണാണ് കയ്യിരിക്കുന്നത്. ഞങ്ങൾ നാഗാലാൻഡിൽ പോയത് വരെ ബ്ലോഗ് എടുത്ത് വെച്ചേക്കുവാണ്. എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാഞ്ഞിട്ടാണ്. അത് വലിയ ബ്ലോഗാണ്, കണ്ടന്റ് വീഡിയോ. അത് എഡിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പം ബ്ലോഗ് എടുക്കുന്നതാണെങ്കിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോണിലാണ്, അതുകൊണ്ടാണ് ബ്ലോഗ് എടുക്കുന്നത്.